أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ രാജ്യം നാളെ അതിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ പോവുകയാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലും ലോകത്തുടനീളം നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളിലും വലിയ പങ്കാളിത്തം വഹിച്ച ഒരു സമുദായമാണ് ഇസ്ലാമിക ഉമ്മത്ത്. ഇസ്ലാമിക സമൂഹം മാത്രമല്ല, മറ്റ് ജനവിഭാഗങ്ങളും മറ്റ് സമുദായങ്ങളും എല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. എല്ലാവർക്കുമുണ്ട് പങ്കാളിത്തം. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾ കൂടുതൽ ആദർശബന്ധിതമായിരുന്നു എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, തൗഹീദ് അഥവാ ഏകദൈവത്വ സിദ്ധാന്തമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനാദർശം. അന്യന്റെ അടിമത്വത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്നവനാക്കി മനുഷ്യനെ മാറ്റുക എന്നതാണ് തൗഹീദിന്റെ പൊരുൾ എന്ന് പറയുന്നത്. അതാണ് തൗഹീദിന്റെ അടിസ്ഥാന ലക്ഷ്യം. മനുഷ്യൻ ബിംബങ്ങളുടെയും ഖബറുകളുടെയും അടിമത്വത്തിൽ നിന്ന് മാത്രം വിമോചിതനായാൽ പോരാ, മനുഷ്യർക്കുമേൽ മനുഷ്യർ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള എല്ലാത്തരം അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നും, ചെങ്ങലകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യൻ വിമോചിതരാവുകയും അള്ളാഹുവിന്റെ സമ്പൂർണമായ അടിമത്വത്തിലേക്ക്, ഏകനായ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുന്ന സാഹചര്യത്തിലേക്ക് അവൻ തിരിച്ചു പോവുകയും ചെയ്യണം. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദിന്റെ പ്രബോധനപരമായ ഉള്ളടക്കത്തിൽ വരുന്ന, വിമോചനപരമായ ഉള്ളടക്കത്തിൽ വരുന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം, കൊളോണിയൽ ശക്തികൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്നെല്ലാം ഇസ്ലാമിന്റെ ഭാഷയിൽ പറയുന്നത്. സഹോദരങ്ങളെ, ആ ഉത്തരവാദിത്തമാണ് പ്രവാചകന്മാരെയും അള്ളാഹു ചുമതലപ്പെടുത്തിയത്. പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയോട് അള്ളാഹു ആഹ്വാനം ചെയ്യുന്ന ചില വാക്യങ്ങളാണ് പ്രാരംഭത്തിൽ ഞാൻ ഓതിവെച്ചത്. അള്ളാഹു മൂസ പ്രവാചകൻ അലൈഹിസ്സലാമയും ഹാറൂൻ അലൈഹിസ്സലാമയും മേൽപ്പിക്കുകയാണ്, അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. ഫഅതിയാഹു ഫഖൂലാ ഇന്നാ റസൂലാ റബ്ബിക ഫഅർസിൽ മഅനാ ബനി ഇസ്രായീല വലാ തുഅദ്ദിബുഹും. മൂസ, ഹാറൂൻ, നിങ്ങൾ രണ്ടുപേരും ഫറവോന്റെ അടുക്കൽ പോകണം. ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഫിർഔന്റെ അടുക്കൽ ചെന്നുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഫിർഔനോട് പറയണം, നിശ്ചയം ഞങ്ങൾ നിന്റെ രക്ഷിതാവിന്റെ ദൂതന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇസ്രായേൽ മക്കളെ നിയോഗിക്കണം. വലാ തുഅദ്ദിബുഹും, അവരെ പീഡിപ്പിക്കാൻ പാടില്ല, അവരെ മർദ്ദിക്കാൻ പാടില്ല, അവരിൽ അടിമത്വത്തിന്റെ നുകങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഖദ് ജിനാക ബിആയത്തിൻ മിർ റബ്ബിക്, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഫിർഔൻ, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള കൃത്യമായ ദൃഷ്ടാന്തവുമായിട്ടാണ്, തെളിവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, സന്മാർഗം പിൻപറ്റിയവർക്കാണ് സമാധാനവും സ്വാതന്ത്ര്യവും എല്ലാം ഉള്ളത്. പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയോടും ഹാറൂൻ നബിയോടും അല്ലാഹു തആല ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ പറയുന്നു. എന്നിട്ട് തൗഹീദിന്റെ വിമോചന ഉള്ളടക്കം ഫിർഔന്റെ അടുക്കൽ പ്രബോധനം ചെയ്യാൻ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയോടും ഹാറൂൻ നബിയോടും അല്ലാഹു ആഹ്വാനം ചെയ്യുകയാണ്. ഫഅർസിൽ മഅനാ ബനി ഇസ്രായീല വലാ തുഅദ്ദിബുഹും, ഇസ്രായേൽ മക്കളെ ഞങ്ങളുടെ കൂടെ നിയോഗിക്കണം, അവരെ പീഡിപ്പിക്കാൻ പാടില്ല, അവരെ മർദ്ദിക്കാൻ പാടില്ല. ഇസ്രായേൽ മക്കളെ ഞങ്ങളുടെ കൂടെ അയക്കുക.
എന്ന വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളെ പ്രത്യേകം പരാമർശം നടത്തുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ വ്യാഖ്യാനമാണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ളയുടേത്. ഇബ്നു കസീർ റഹ്മഹുള്ള പറയാണ്, ഞങ്ങളുടെ കൂടെ അയക്കണമെന്ന് പറഞ്ഞാൽ അത്ലിഖുഹും മിൻ നിസാരിക വഖബ്ലിക വഖഹ്രിക, അത്ലിഖുഹും നീ അവരെ വിമോചിപ്പിക്കണം, മിൻ നിസാരിക വഖബ്ലിക വഖഹ്രിക നിന്റെ അടിമത്വത്തിൽ നിന്നും നിന്റെ നുകത്തിൽ നിന്നും നിന്റെ അടിച്ചമർത്തലിൽ നിന്നും അവരെ നീ മോചിപ്പിക്കണം, വതഅദീബിക് നിന്റെ പീഡനങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും നുകങ്ങളിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിമോചിപ്പിക്കണമെന്ന് തന്നെയാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. വിമോചനപരമായ ആശയമാണ് ഫിർഔന്റെ അടുക്കൽ ചെന്നുകൊണ്ട് മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം പറയുന്നത്, അള്ളാഹു പറയാൻ ആഹ്വാനം ചെയ്യുന്നതും. ഫഇന്നഹും ഇബാദുല്ലാഹിൽ മുഅ്മിനൂൻ, കാരണം ഇസ്രായേൽ മക്കൾ നിന്റെ അടിമകളല്ല, സത്യവിശ്വാസികളായ അള്ളാഹുവിന്റെ അടിമകളാണവർ. വഹിസ്ബുൽ മുഖ്ലിസൂൻ, അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ പാർട്ടിയുടെ വക്താക്കളാണവർ. വഹും മഅക ഫിൽ അദാബിൽ മുഹീൻ, ഇന്നവർ നിന്റെ വേദനാജനകമായ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. അവർക്ക് മോചനം നൽകണം എന്നാണ് ഫിർഔന്റെ അടുക്കൽ ചെന്നുകൊണ്ട് മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയും ഹാറൂൻ നബിയും പറയുന്നത്. അടിമത്വത്തിന്റെ നുകങ്ങൾ, അടിമത്വത്തിന്റെ ചെങ്ങലകൾ, അത് ആശയപരമായിട്ടാണെങ്കിലും അവരുടെ പിരടികളിൽ വഹിക്കുന്ന ഒരു ജനവിഭാഗം ഇസ്രായേലിയർ, അവർക്ക് നീ വിമോചനം നൽകണം. അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. അവർ അള്ളാഹുവിന്റെ അടിമത്വത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി ആഗതരായിട്ടുള്ള പ്രവാചകന്മാരാണ് ഞങ്ങൾ എന്ന് ഫിർഔന്റെ അടുക്കൽ ചെന്നുകൊണ്ട് മൂസാ, ഹാറൂൻ നിങ്ങൾ രണ്ടുപേരും പറയണം. സഹോദരങ്ങളെ, തൗഹീദിന്റെ ആശയപരമായ ഉള്ളടക്കത്തിന്റെ ഭാഗമാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇത് മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ചുമതലപ്പെടുത്തിയതും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ലക്ഷ്യ സാക്ഷാത്കാരം അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞത്. പ്രവാചകനെ നിയോഗിച്ചതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശദീകരണങ്ങൾ പറയുമ്പോൾ അള്ളാഹു പറയാണ്, മനുഷ്യരെ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ഭാരങ്ങളെയും ബന്ധങ്ങളെയും ചങ്ങലക്കെട്ടുകളെയും മനുഷ്യരിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു തആല ഈ ദൈവദൂതനെ നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകനെ നിയോഗിച്ചതിന്റെ ലക്ഷ്യം പറയുമ്പോ മനുഷ്യരെ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലക്കെട്ടുകൾ അവരിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടി കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ലോകത്ത് വന്ന 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാരെ അവരെ പ്രബോധനം ചെയ്ത തൗഹീദിന്റെ ആശയപരമായ ഉള്ളടക്കത്തിന്റെ ഭാഗമാണ്. അസ്വാതന്ത്ര്യത്തിലും അടിമത്തത്തിലും കഴിഞ്ഞുകൂടുന്ന ജനവിഭാഗങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ വിഹായുസിലേക്ക് ആനയിക്കുക എന്ന് പറയുന്ന ആശയം സഹോദരങ്ങളെ. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന തൗഹീദിന്റെ അനിവാര്യ താല്പര്യമാണെന്ന ഒന്നാമത്തെ ആശയമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തെ ആശയം രാജ്യസ്നേഹം. ഈ സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് നമ്മൾ ഓർക്കണം, ഈ വചനങ്ങളെല്ലാം ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ഹദീസ് ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ആ ഹദീസ് അതല്ലെങ്കിൽ ആ ഒരു വചനം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ധാരാളം ഹദീസുകളുടെ ഉള്ളടക്കമാണ്. രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ്. മക്കയോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, ജന്മനാടായ മക്കയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്ന സ്നേഹം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി ഹിജ്റ പോകുമ്പോ അത് നമ്മൾ പറഞ്ഞു. പ്രവാചകൻ മക്കയെ നോക്കി വിതുമ്പി കരയുന്നുണ്ട്. ഹിജ്റയുടെ ചരിത്രം പറഞ്ഞപ്പോ നമ്മളത് വിശദീകരിച്ചതാണ്. അള്ളാന്റെ ദൂതൻ മക്കയെ നോക്കി പറയാണ്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹി വഅഹബ്ബുൽ അർളി ഇലല്ലാഹ്. മക്കയെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിശ്ചയം നീ അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമമായ ഭൂമിയാണ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ്. കരഞ്ഞുകൊണ്ടാണ് മക്കയെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത്, വലൗലാ അന്നി ഉഖ്രിജതു മിൻകി മാ ഖറജ്, നിന്നിൽ നിന്ന് നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകില്ലായിരുന്നു. മക്കയെ നോക്കി വിതുമ്പിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിന്നെ മദീനയിലെത്തി ദീർഘകാലം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 2 നാടുകൾ ഉണ്ടായി. ഒന്ന് മക്ക, 2 മദീന. ഈ 2 നാടുകളെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന് തുല്യം സ്നേഹിച്ചു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, അന്നനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖദിമ മിൻ സഫറിൻ, റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു
യാത്രയിൽ നിന്ന് വന്നാൽ ഫനളറ ഇലാ ജുദ്റാനിൽ മദീന, യാത്രയിൽ നിന്ന് വന്ന് മദീനയോട് അടുക്കുമ്പോ മദീനയുടെ ചുമരുകളിലേക്ക് റസൂലുള്ളാഹി ഇങ്ങനെ ഉറ്റുനോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകത്തോട് ഇങ്ങനെ വേഗത്തിൽ നടക്കാൻ പ്രേരിപ്പിക്കും. റസൂലുള്ളാഹി തന്റെ ഒട്ടകത്തോട് വേഗത്തിൽ നടക്കാൻ പ്രേരിപ്പിക്കും. മദീനയോട് അടുക്കുമ്പോ മദീനയുടെ ചുമര് കാണുമ്പോ വൈൻ കാന അലാ ദാബത്തിൻ ഹർറകഹാ മിൻ ഹുബ്ബിഹാ, ഒട്ടകപ്പുറത്താണ് റസൂലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയോടുള്ള സ്നേഹം നിമിത്തം ആ ഒട്ടകത്തെ വേഗത്തിൽ തെളിക്കും. മദീനയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ്. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, വഫിൽ ഹദീസി ദലാലത്തുൻ അലാ ഫളലിൽ മദീനതി വലാ മശ്റൂഇയ്യത്തി ഹുബ്ബിൽ വതൻ. ഈ ഹദീസ് കൃത്യമായ രേഖയാണ്, മദീനയുടെ ശ്രേഷ്ഠതയ്ക്കുള്ള കൃത്യമായ തെളിവാണ് ഈ ഹദീസ്. വഅലാ മശ്റൂഇയ്യത്തി ഹുബ്ബിൽ വതൻ, രാജ്യസ്നേഹത്തിന്റെ മതപരമായ പ്രാധാന്യം പറയുന്ന ഹദീസാണിത്. റസൂലുള്ളാഹി മദീനയുടെ ചുമരുകൾ കാണുമ്പോൾ വെമ്പൽ കൊള്ളുമായിരുന്നു, തന്റെ ഒട്ടകത്തെ വേഗത്തിൽ തെളിക്കുമായിരുന്നു, മദീനയോട് അത്രയ്ക്ക് അനുരാഗമായിരുന്നു എന്ന് പറഞ്ഞ ആ സംഭവം രാജ്യസ്നേഹത്തിന്റെ മതപരമായ പ്രാധാന്യം കൂടി സൂചിപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമല്ല, ഓരോ സ്വഹാബിമാർക്കും ജന്മനാടിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. സത്യത്തിൽ മക്കയിൽ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സ്വഹാബിമാരിൽപ്പെട്ട ഒരു സ്വഹാബിയാണ്. സഹോദരങ്ങളെ, എന്നാലും മദീനയിലെത്തി ദീർഘകാലം താമസിച്ചതിന് ശേഷം വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹു പാടുമായിരുന്നു, എനിക്കൊന്ന് മക്കയിലേക്ക് തിരിച്ചു പോവാൻ സാധിച്ചിരുന്നെങ്കിൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ കവിത ഇപ്രകാരമാണ്: അലാ ലൈത ശിഅരി ഹൽ അബീതൻ ലൈലതൻ ബിവാദിൻ വഹൗലി ദഖറും വജലീലു. അലാ ലൈത ശിഅരി ഹൽ അബീതൻ ലൈലതൻ, ഒരു രാത്രിയെങ്കിലും എനിക്ക് മക്കയിൽ പോയി താമസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ബിവാദിൻ വഹൗലി ദഖറും വജലീലു, സുഗന്ധങ്ങളുള്ള ധാരാളം പുഷ്പങ്ങൾ. ഇദ്ദഖർ, ജലീൽ എന്ന് പറഞ്ഞാൽ സുഗന്ധ പുഷ്പങ്ങളാണ്. നല്ല മണമുള്ള പുഷ്പങ്ങളുള്ള താഴ്വരയിൽ എനിക്ക് ഒരു രാത്രി പോയി താമസിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആത്മഗതം ചെല്ലുമായിരുന്നു. സഹോദരങ്ങളെ, ആ മക്കയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ്. മക്കയിൽ നിന്ന് വലിയ പീഡനങ്ങൾ, ഞാൻ ചരിത്രം വിശദീകരിക്കേണ്ടതില്ലല്ലോ, ഇത്ര വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ജന്മനാട്ടിലേക്ക് ഒരു രാത്രി പോയി അവിടെ കിടന്നുറങ്ങാൻ വല്ലാത്ത ആഗ്രഹം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതാണ് രാജ്യസ്നേഹം. അത് വൈകാരികമാണ്, അതോടൊപ്പം തന്നെ അതിന് മതപരമായ പ്രാധാന്യവുമുണ്ട് എന്നുള്ളതാണ്. പൊതുവെ രാജ്യസ്നേഹത്തിന്റെ മഹത്വം പറയുന്നതോടൊപ്പം ഇന്ത്യക്ക് പ്രത്യേകമായ മഹത്വം കൂടിയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ് ശരി. സഹോദരങ്ങളെ, എന്താണ് അതിന്റെ മഹത്വം? ഇന്ത്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതൃരാജ്യമാണ്, നമ്മുടെ പ്രതിജ്ഞതാണ്. ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്, ഭാരതം നമ്മുടെ മാതൃരാജ്യമാണ്. പക്ഷെ മാതൃരാജ്യം മാത്രമല്ല, നമ്മുടെ പിതൃരാജ്യം കൂടിയാണ്. ചില ചരിത്രങ്ങൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ തോന്നുകയാണ്, നമ്മുടെ പിതൃരാജ്യം കൂടിയാണ്. ഇമാം ഷൗക്കാനി വലിയ വ്യാഖ്യാതാവാണ്, ഖുർആൻ വ്യാഖ്യാതാവും ചരിത്രകാരനും ഹദീസ് പണ്ഡിതനും എല്ലാമാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ആദം അലൈഹിസ്സലാമെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ആദ്യമായിട്ട് ആദം അലൈഹിസ്സലാം ഇറങ്ങിയത് ഇന്ത്യയിലായിരുന്നു. ഇന്ത്യ വൻകരയിലായിരുന്നു ഇറങ്ങിയത്. അത് ഇന്ത്യയുടെ മഹത്വമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ മാത്രമല്ല, മനുഷ്യരുടെ പിതൃഭൂമിയാണ് ഇന്ത്യ എന്ന് പറയേണ്ടി വരും. ആദം അലൈഹിസ്സലാം ഇന്ത്യ വൻകരയിലാണ് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ മനുഷ്യരുടെ പിതൃഭൂമിയാണ് ഇന്ത്യ എന്ന് പറയേണ്ടി വരും. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഇമാം ഷൗക്കാനി ആശയം പറയുന്ന അവ്വലു മാ അഹ്ബത്തല്ലാഹു ആദമ ഇലാ അർളിൽ ഹിന്ദ്. ഹദീസൊന്നും അല്ല, പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ഒരു ഉദ്ധരണി. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഇമാം ഷൗക്കാനി ഈ ഉദ്ധരണി നമുക്ക് കൈമാറുന്നത്. ഈ ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിൽ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ ഒരു മലയായിരുന്നു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ആദം അലൈഹിസ്സലാം ആദ്യമായിട്ട് ഇറങ്ങിയ മല എന്ന് പറയുന്ന ആ മലയുടെ പേരിൽ ഇന്നും
ആ മലയുടെ പേര് ഇന്നും അറിയപ്പെടുന്ന എന്താ? ആദം മല എന്നാണ്. ആദം മല എന്നാണ്. കൊളംബോയിൽ നിന്ന് 45 മൈൽ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ആദം മല. അത് ആദം അലൈഹിസ്സലാമിന്റെ കാലടയാളത്തിന്റെ സ്കെച്ചുള്ള പർവ്വതം കൂടിയാണ്. അവിടെ ഒരു സ്കെച്ച് ഉണ്ട്, കാലടയാളത്തിന്റെ സ്കെച്ച്. അത് ആദം അലൈഹിസ്സലാമയുടെ കാലടയാളത്തിന്റെ സ്കെച്ചാണെന്ന് പറയപ്പെടുന്നു. പുരാതന കാലം മുതൽ തന്നെ ഈ മല സന്ദർശിക്കാൻ അറബികൾ ധാരാളമായിട്ട് എത്താറുണ്ട്. ആദം മല കാണാൻ വന്ന സംഘത്തിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ചത് എന്ന ഒരു ചരിത്ര വിശദീകരണം, അങ്ങനെ ഒരു വിശദീകരണം ഉണ്ട്. കേരളത്തിലെ ഇസ്ലാമിന്റെ ആഗമനം പറയുമ്പോൾ ആദം മല കാണാൻ വന്ന അറബികളിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം എത്തിയത് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ ഇതൊന്നും ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി പരാമർശിച്ച കാര്യങ്ങളല്ലെങ്കിൽ പോലും ഇത്തരം ചരിത്ര രേഖകൾക്കെല്ലാം എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മാത്രമല്ല മനുഷ്യരുടെ എല്ലാവരുടെയും പിതൃഭൂമിയാണ് ആദം അലൈഹി ഇസ്ലാം. നമ്മൾ എല്ലാവരുടെയും പിതാവാണല്ലോ. മനുഷ്യരുടെ എല്ലാവരുടെയും പിതൃഭൂമിയാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജന്മനാട്, മാതൃരാജ്യം, പിതൃരാജ്യം എന്നീ മഹത്വങ്ങളെല്ലാം കൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ ത്യാഗങ്ങളും വലിയ സമർപ്പണങ്ങളും അഭിമുഖീകരിച്ചത് എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേന്ന് നമ്മൾ ഓർക്കണം, നമ്മുടെ പൂർവികർ, നമ്മുടെ പിതാക്കന്മാർ ഈ നാടിന്റെ വിമോചനത്തിന് വേണ്ടി, ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അർപ്പിച്ച കാര്യങ്ങൾ. ഇന്ന് മാത്രമല്ല, രാജ്യത്തിന് ജീവാർപ്പണം ചെയ്ത പൂർവികരുടെ ചരിത്രം നാം നമ്മുടെ മക്കൾക്ക്, തലമുറകൾക്ക് കൈമാറണം എന്നുള്ളതാണ്. മലബാർ സമരത്തിലെ ധീരനായ പോരാളി നമുക്കറിയാവുന്നതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അദ്ദേഹത്തെ കൊല ചെയ്യുന്നതിന്റെ മുമ്പ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്താണ് ഹാജി പറഞ്ഞത്? എന്നെ നിങ്ങൾ പിന്നിൽ നിന്ന് വെടിവെക്കാതിരുന്നാൽ മതി. അവസാനത്തെ ആഗ്രഹം പറയാൻ, എന്നെ നിങ്ങൾ പിന്നിൽ നിന്ന് വെടിവെക്കരുത്, എന്റെ കണ്ണ് കെട്ടുകയും അരുത്. വെടിയുണ്ട വീഴുമ്പോൾ വെടിയുണ്ടകൾ എന്റെ നെഞ്ചിലേക്ക് തന്നെ തളച്ചു കയറണം. എന്റെ മുഖം എന്റെ മാതൃഭൂമിയുടെ മണ്ണിൽ തട്ടിയിരിക്കണം. എന്റെ സ്വന്തം നാട്ടിൽ മുഖം കുത്തി വീണ് മരിക്കുന്നത് എനിക്ക് എന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കണം. സഹോദരങ്ങളെ, ഇതാണ് മാതൃരാജ്യത്തോട് നമ്മുടെ പൂർവികർ പ്രകടിപ്പിച്ച സ്നേഹം എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് മുഖം കുത്തി വീണ് മരിക്കാൻ, അങ്ങനെ രക്തസാക്ഷിയാവാൻ ആഗ്രഹിച്ച ഒരു മഹാനായ പോരാളിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇന്ന് പലയിടങ്ങളിലും അദ്ദേഹത്തെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്, എത്രമാത്രം വികലമായിട്ടാണ് ചിത്രീകരിക്കുന്നത് നമ്മൾ കാണുകയാണ് സഹോദരങ്ങളെ. അബുൽ കലാം ആസാദ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീര ദേശാഭിമാനി, നമ്മുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ പ്രഥമ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, ഒരുപാട് ത്യാഗം അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിലിലായിരിക്കെ രോഗശയ്യയിൽ കിടക്കുന്ന ഭാര്യയുടെ ഒരു കത്ത് വരുന്നുണ്ട്. കിടപ്പിലാണ് ഭാര്യ ആസാദിന് കത്തയക്കുകയാണ്. ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് നിങ്ങളെ ഒരു നോക്ക് കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ദുഃഖമില്ല. കാരണം എന്താ? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി താങ്കൾ കൽത്തുറുങ്കിലാണെന്ന് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നുകയാണ്. എന്റെ ഭർത്താവ് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൽത്തുറുങ്കിലാണ്. സഹോദരങ്ങളെ, അതാണ്, അതിൽ അവർ അഭിമാനിക്കുകയാണ്. അവസാനം ഭാര്യ മരിച്ചു എന്ന കത്ത് വന്നപ്പോ ആസാദിന് തൽക്കാലത്തേക്ക് മോചനം നൽകാമെന്നായി. പക്ഷേ ആസാദ് പറഞ്ഞു, എന്റെ കൂടെ ജയിലിലടച്ച മുഴുവൻ നിരപരാധികളെയും വിമോചിപ്പിക്കാതെ ഞാൻ ഈ ജയിൽ വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഈ ജയിൽ വിട്ടു പോകണമെങ്കിൽ എന്റെ കൂടെ ജയിലിലായ മുഴുവൻ ആളുകളെയും വിമോചിപ്പിക്കണം. ഓരോ ത്യാഗത്തെയും, ഈ നാടിന് വേണ്ടി അവർ സഹിച്ച ഓരോ സമർപ്പണ ചരിത്രത്തെയും അവര് നഷ്ടത്തോടു കൂടിയല്ല നോക്കിക്കണ്ടത്, മറിച്ച് ആത്മാഭിമാനത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. നമുക്കറിയാം, ചരിത്രത്തിൽ ഇടം പിടിച്ച വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയും രക്തസാക്ഷിയുമാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ. 1943 സെപ്റ്റംബർ 10-ാം തീയതിയാണ് അദ്ദേഹത്തെ കഴുമരത്തിൽ കയറ്റുന്നത്.
അദ്ദേഹത്തെ കൊല ചെയ്യുന്നതിന്റെ മുമ്പ്, അദ്ദേഹം രക്തസാക്ഷിയാവുന്നതിന്റെ മുമ്പ് വീട്ടിലേക്ക് അദ്ദേഹം ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയാണ്, വീട്ടിലേക്ക് എഴുതുന്ന കത്തിൽ എത്രമാത്രം ഈ രാജ്യത്തെയും ഈ രാജ്യത്തിന് വേണ്ടി ധീരരായി രക്തസാക്ഷിയാവുന്നതിനെയും അവരിഷ്ടപ്പെട്ടിരുന്നു എന്ന ആ കത്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം എഴുതുകയാണ്, പോറ്റി വളർത്തിയ ഉമ്മയെ കാണാൻ എനിക്ക് മോഹമുണ്ട്, അനുജനെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, അയൽവാസികളെ കാണാനും സംസാരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനെല്ലാം ഉപരിയായി എനിക്ക് വല്ലാത്ത ആത്മധൈര്യമുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നതിൽ എനിക്ക് ആത്മാഭിമാനമുണ്ട്. അവർ ആത്മാഭിമാനം കൊള്ളുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളായ, സ്വാതന്ത്ര്യ സമര പോരാളികളായ മുസ്ലിങ്ങളോടെന്നാൽ ബ്രിട്ടീഷുകാര് അങ്ങേയറ്റം വിവേചനപരവും അങ്ങേയറ്റം ക്രൂരവുമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. മുസ്ലിങ്ങളോട് പ്രത്യേകം വിവേചനപരമായിട്ട്, അതോടൊപ്പം തന്നെ അങ്ങേയറ്റം ക്രൂരമായി അക്രമാസക്തമായ ഇടപെടലാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതനായ ഇമാം അബുൽ ഹസൻ അലി നദ്വി എഴുതുന്നുണ്ട്, ഒരു ഇംഗ്ലീഷുകാരൻ അല്പം സൗന്ദര്യമോ ആരോഗ്യമോ ഉള്ള ഒരു മുസ്ലിമിനെ കണ്ടാൽ അവനെ പിടിച്ചു കൊന്ന് മാനസികാനന്ദം കൈകൊള്ളുമായിരുന്നു. ഒരു മുസ്ലിമിനെ കണ്ടാൽ പിടിച്ചു കൊന്ന് മാനസികാനന്ദം കൈകൊള്ളുമായിരുന്നു. അങ്ങനെ നാട്ടിലെ ധാരാളം പ്രധാനികൾ അവരെ കൊന്നുകളഞ്ഞു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് നദ്വി സാഹിബ് പറയാൻ, യുവാക്കളായ മക്കളെ വയസ്സായ പിതാവിന്റെ കൺമുമ്പിൽ വെച്ച് ബ്രിട്ടീഷുകാരെ ക്രൂരമായി കൊലപ്പെടുത്തും. അങ്ങനെ ആ പിതാവ്, വൃദ്ധനായ പിതാവ് അലമുറയിടുമ്പോ ആ പിതാവിനോട് അവർ പറയുമായിരുന്നത്രേ, നീ നിന്നെ കാത്തോ അല്ലെങ്കിൽ നിന്നെയും കൊല്ലും. സുമുഖന്മാരായ ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരനും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ചരിത്രം പറയാണ് നദ്വി സാഹിബ്. അദ്ദേഹം പറയാണ്, വിശദീകരിക്കാൻ, അതിനാൽ ഡൽഹിയിൽ എങ്ങനെ അതിക്രൂരമായിട്ട് സുമുഖന്മാരും ആരോഗ്യവുമുള്ള ചെറുപ്പക്കാരെ കൊല ചെയ്യുന്ന സമീപനമുണ്ടായതിനാൽ ഡൽഹിയിൽ സൗന്ദര്യവും ആകർഷകത്വമുള്ള ഒരു കുഞ്ഞും ജനിക്കാതെയായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള മുസ്ലിങ്ങളെയും അതിനുശേഷമുള്ള മുസ്ലിങ്ങളെയും തുലനം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളുടെ ആരോഗ്യനില മനസ്സിലാക്കാൻ, തുലനം ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിൽ ഹിന്ദു മുസ്ലിം വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് നടത്തിയ പോരാട്ടമായിരുന്നു. എന്നാൽ ഈ പോരാട്ടത്തിന്റെ മുഴുവൻ ഭാരവും മുസൽമാന്റെ ചുമലിലിട്ടുകൊണ്ട് മുസ്ലിമിനെ കടന്നാക്രമിക്കാനാണ് ബ്രിട്ടീഷുകാരെ ശ്രമിച്ചത്. ഇതാണ് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന ആശയം. 1858 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഹെൻറി ഹാമിൽട്ടൺ ഒരു പുസ്തകം എഴുതി. അതിൽ അദ്ദേഹം എഴുതി, ഹിന്ദുക്കളായിരുന്നില്ല 1857 വിപ്ലവത്തിന്റെ സൂത്രധാരകർ, മറിച്ചത് മുസ്ലിങ്ങളുടെ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. ഇങ്ങനെ എഴുത്തുകളിലൂടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ആശയങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയാണ്. അവരുടെ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും അവരുടെ നടപടിക്രമങ്ങളിലൂടെയും അവിടെ നിന്നങ്ങോട്ട് തീവ്രമായ മുസ്ലിം വിരുദ്ധ നയങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതെന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഭരണകാര്യങ്ങളിലും ഉദ്യോഗങ്ങളിലുമെല്ലാം മുസ്ലിങ്ങളെ പരമാവധി അകറ്റി നിർത്തി, മുസ്ലിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ കൊട്ടിയടച്ചു, മുസ്ലിങ്ങളുടെ മദ്രസകളുടെയും മസ്ജിദുകളുടെയും വരുമാന സ്രോതസ്സുകളായ വഖഫ് സ്വത്തുക്കൾ കണ്ടുകെട്ടി. നദ്വി സാഹിബ് പറയാൻ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനം. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ച വലിയ ത്യാഗം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനുഭവിച്ച വലിയ ത്യാഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ പെരുമാറിയത് ഏകാധിപതികളായ ഭരണാധികാരികളെ പെരുമാറുന്നതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു വചനം എടുത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, ഏതാണ് ആ വചനം? ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ നഫ്സദൂഹാ വജഅലൂ ഇസ്സത അഹ്ലിഹാ അദില്ല വകദാലിക യഫ്അലൂൻ.
പെർഷ്യൻ രാജാക്കന്മാര് ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഏകാധിപതികൾ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ആ നാടിനെ നശിപ്പിക്കുകയാണ്. ആ നാടിൽ അന്തസ്സോടുകൂടി പ്രതാപത്തോടുകൂടി ജീവിച്ചിരുന്ന ജനവിഭാഗത്തെ നിന്ദ്യരും നിസ്സാരരുമാക്കി മാറ്റുകയാണ്. അപ്രകാരമായിരുന്നു ഏകാധിപതികൾ ചെയ്തിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്. നബി സാഹിബ് പറയാണ്, ഈ വചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു, ഈ വചനത്തെ പൂർണ്ണമായിട്ടും അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. തലസ്ഥാനമായ ഡൽഹിയിൽ ഒരു ഉപാധിയുമില്ലാതെ കൊള്ളയടിക്കാൻ സൈന്യങ്ങൾക്ക് 3 ദിവസം അനുവാദം നൽകി. 1857 സെപ്റ്റംബർ 24 ഡൽഹി പിടിച്ചടക്കുകയും ചെങ്കോട്ട കൈവശപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം വിപ്ലവം അടിച്ചമർത്തി ഡൽഹിയിൽ നിന്ന് കാൺപൂരിലേക്ക് ഇംഗ്ലീഷുകാരുടെ സർവ്വ സൈന്യാധിപനായ റോബർട്ട്സ് യാത്ര പോകുമ്പോ അദ്ദേഹം കണ്ട കാഴ്ചകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 41 വർഷം ഇന്ത്യയിൽ എന്ന കൃതിയിൽ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായ റോബർട്ട്സ് അദ്ദേഹം ഇന്ത്യയിലെ അനുഭവം പറയാണ്. ഡൽഹിയിൽ നിന്ന് കാൺപൂരിലേക്ക് യാത്ര പോകുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഡൽഹി യഥാർത്ഥത്തിൽ ഒരു ശവപ്പറമ്പായി മാറിയിരുന്നു. ഇംഗ്ലീഷുകാരുടെ ചെയ്തികൾ നിമിത്തം, അവരുടെ മുസ്ലിങ്ങളോടുള്ള ക്രൂരതകൾ നിമിത്തം ഡൽഹി യഥാർത്ഥത്തിൽ ഒരു ശവപ്പറമ്പായി മാറിയിരുന്നു. ജീവനുള്ള മനുഷ്യന്റെ ഗന്ധം പോലുമില്ല. കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും അദ്ദേഹം ആ യാത്രയിൽ, കാൺപൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ കേൾക്കുന്നില്ല. കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദമല്ലാതെ തുടിക്കുന്ന നരമ്പോ മിഴിക്കുന്ന കണ്ണുകളോ എവിടെയും കാണുന്നില്ല. മറിച്ച് ഭയാനകമായ ചില കാഴ്ചകൾ കാണുകയാണ്. മൃതദേഹങ്ങൾക്കരികിൽ കഴുകന്മാര് ചിറക് വിടർത്തി പടർത്താൻ ശ്രമിക്കുകയാണ്. കൊന്നുകൂടിയ മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങൾക്കരികിൽ കഴുകന്മാര് ചിറക് വിടർത്തിക്കൊണ്ട് പറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കഴുകന്മാർക്ക് പറക്കാൻ കഴിയുന്നില്ല. കാരണം എന്തെന്നറിയോ? അവരുടെ വയറ് നിറഞ്ഞിരിക്കുന്നു. വയറ് നിറഞ്ഞത് കൊണ്ട്, ഈ മൃതദേഹങ്ങൾ കഴിച്ച് വയറ് നിറഞ്ഞത് കൊണ്ട് പറക്കാൻ കഴിയാതെ നിൽക്കുന്ന കഴുകന്മാരെയാണ് കണ്ടതെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തന്നെ വിശദീകരിക്കുകയാണ്. കൂട്ടരെ, ഈ മൃതദേഹങ്ങളിൽ 90% മുസ്ലിങ്ങളുടേതായിരുന്നു എന്നുള്ളതാണ്. കാരണം സ്വാതന്ത്ര്യ സമരം ഒരു മുസ്ലിം വിപ്ലവമാണെന്നാണ് ഉത്തരവാദപ്പെട്ട ഇംഗ്ലീഷുകാരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. സയ്യിദ് സനാഉല്ലാ ദഹ്ലവി എന്ന് പറയുന്ന പണ്ഡിതൻ വിശദീകരിക്കുകയാണ്. ഒരു മനുഷ്യനെ കണ്ടാൽ നീ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് ചോദിക്കും. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നിറയൊഴിക്കും. പിന്നീട് അങ്ങോട്ടുള്ള ഘട്ടം എന്ന് പറയുന്നത് തൂക്കുകയറുകളായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളെ നിഷ്കരുണം തൂക്കിലേറ്റും. ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ തൂക്കിലേറ്റും. സ്വാതന്ത്ര്യ സമര സേനാനികളെ തൂക്കിലേറ്റുന്നത്, അവരെ തൂക്കുമരത്തിന് ഇരയാവുന്നത് കാണാൻ വേണ്ടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാര് അവരുടെ കുടുംബ സമേതം വരും എന്നുള്ളതാണ്. അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. കൊലക്കയറിൽ കയറുന്നവരുടെ വെപ്രാളം കണ്ട് സന്തോഷിക്കാൻ ഇംഗ്ലീഷുകാർ അവരുടെ ഭാര്യമാരുമായിട്ട് എത്തുന്നുവെങ്കിൽ അവർക്ക് വെപ്രാളമല്ല, സന്തോഷവും ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവുന്നതിൽ അവരെ കണ്ടെത്തുന്ന ആത്മാഭിമാനവുമാണ് മുസ്ലിം പോരാളികളിൽ കാണാൻ സാധിച്ചത്. അവരുടെ എല്ലാം ധാരണം മറികടക്കുമാർ കൊലമരത്തിൽ നിൽക്കുമ്പോൾ പോരാളികളുടെ മുഖത്ത് അസാമാന്യമായ ധൈര്യം പ്രകടമായിരുന്നു എന്നുള്ളതാണ്. ആ ധൈര്യത്തിന് അവരെ പ്രേരിപ്പിച്ചത്, ഈ രാജ്യത്തിന് വേണ്ടി സ്വശരീരം ത്യജിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് യഥാർത്ഥത്തിൽ അതിനെ രക്തസാക്ഷിത്വമായിട്ട് അവർ കാണുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങൾ പറയരുത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചവരാണ്. നിങ്ങൾ പറയരുത്. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നിരിക്കാം, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. ബ്രിട്ടീഷുകാര് മുസ്ലിങ്ങൾ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവുന്ന മുസ്ലിങ്ങളുടെ ഈ ധീരത കണ്ടപ്പോ അവരെ പരസ്പരം പറഞ്ഞു തുടങ്ങി, ഏറ്റവും വലിയ പുണ്യമായി മുസ്ലിങ്ങളെ ഗണിക്കുന്ന രക്തസാക്ഷിത്വത്തിന് അവസരം നൽകിക്കൊണ്ട് അവരുടെ ആഗ്രഹം ഇനി മുതൽ നമ്മൾ സാധിച്ചു കൊടുക്കരുത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് സഹോദരങ്ങളെ അന്തമാനിലേക്ക് നാട് കടത്തുക എന്ന രീതി വന്നത്. ഫസലുൽ ഹഖ് ഹൈദരാബാദിയെ പോലുള്ള വലിയ പണ്ഡിതന്മാരെ അന്തമാൻ അടക്കമുള്ള നിരവധി പ്രദേശങ്ങളിലേക്ക്
അതിവിദൂര ദിക്കുകളിലേക്ക് നാട് കടത്താൻ തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെ നാട് കടത്തുന്നതിന്റെ മുന്നോടിയായി അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും തൽസ്ഥാനത്ത് സർക്കാർ ഓഫീസുകൾ സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്തരം സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങൾ ഗൗരവത്തിൽ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. രാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതാനുള്ള ശ്രമം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ശരിയായ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, തലമുറകൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ശരിയായ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ലഭ്യമാവാതെ പോകും എന്നുള്ളതാണ്. ആരെവിടെ വന്ന് ഈ രാജ്യം നിന്റേതല്ലെന്ന് പറഞ്ഞാൽ അല്ല, ഈ രാജ്യത്തിന് വേണ്ടി എന്റെ പ്രപിതാക്കളും എന്റെ പൂർവികരും സഹിച്ച ത്യാഗങ്ങളും രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി അവർ അർപ്പിച്ചിട്ടുള്ള വലിയ ചരിത്രവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് വരും തലമുറ ഈ ചരിത്രം നല്ലതുപോലെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവും അങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ആശയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലെ ജനവിഭാഗങ്ങളെ കോപ്റ്റുകളെന്നും ഇസ്രായേലിരുന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ഏകാധിപതിയായ ഒരു ഭരണാധികാരി ഫിർഔൻ അങ്ങനെ ചെയ്തിരുന്നു ഈജിപ്തിൽ. സഹോദരങ്ങളെ, എന്നും അത്തരത്തിലുള്ള ഏകാധിപത്യ ശൈലി ചില ഭരണകൂടങ്ങൾ ഏറ്റെടുക്കും. അതിനെയാണ് ഈ കാലത്ത് അത് ഏറ്റെടുത്തപ്പോൾ അതിനെയാണ് നമ്മൾ നവഫാസിസം എന്ന് പറയുന്നത്. നവഫാസിസത്തിന്റെ ആധിപത്യമാണ് ഇപ്പോൾ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ദേ മാതരം പൂർണ്ണമായിട്ടും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. സഹോദരങ്ങളെ, ഏത് ദേശീയ ഗീതങ്ങളാണെങ്കിലും അത് യഥാർത്ഥത്തിൽ രാജ്യത്തെ സ്നേഹിക്കുന്നതിന്റെയും അതുപോലെ ബഹുമാനിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണെങ്കിൽ അത് നമ്മുടെ വിശ്വാസങ്ങൾക്ക് എതിരാവാത്ത കാലത്തോളം നമ്മൾ അതിനെയൊക്കെ സന്തോഷത്തോടുകൂടി മുൻനിരയിൽ നിന്ന് തന്നെ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം രാജ്യസ്നേഹം എല്ലാവരുടെയും നിർബന്ധ ബാധ്യതയാണ്. ദേശീയ ഗാനമെല്ലാം അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ജാതി മത വ്യത്യാസമെന്നെ എല്ലാവരും സന്തോഷത്തോടുകൂടി ആലപിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുമ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത ചില കാര്യങ്ങൾ അതിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ പോലും പ്രചോദിപ്പിച്ച ഒരാശയമായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറയുന്നത്, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. ഐഹിക പാരത്രിക മോക്ഷം ഏകദൈവ വിശ്വാസത്തിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദേശീയ ഗീതങ്ങളും ദേശീയ ഗാനങ്ങളും ഒക്കെ ധാരാളം വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലൂടെ രാജ്യസ്നേഹം വർദ്ധിക്കുന്ന സാഹചര്യവും വേണം. പക്ഷെ വിശ്വാസങ്ങൾക്ക് എതിരാവുന്ന ഘട്ടത്തിൽ പൊതു ഗീതങ്ങളായിട്ട് പൊതുവായിട്ട് എല്ലാവരും അത് ചൊല്ലണം, മുസ്ലിങ്ങളടക്കമുള്ള എല്ലാവരും അത് ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഓരോ ജനവിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള വിശ്വാസവും അവരുടേതായിട്ടുള്ള ആചാരവും അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ദേശീയ ഗാനം ജനഗണമന വളരെ മനോഹരമായി ദൈവം തമ്പുരാനോട് രാജ്യത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ അതെല്ലാവരും സന്തോഷത്തോടുകൂടി ആലപിക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി വന്ദേ മാതരമാണെങ്കിലും അത് ചൊല്ലാൻ താല്പര്യമുള്ള ആളുകൾ ചൊല്ലട്ടെ. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതേകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള ചില ഉള്ളടക്കങ്ങൾ അതിലുണ്ട് എന്ന കാരണത്താൽ അത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുക എന്ന ആശയത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാര്യങ്ങളെ ശരിയാവണ്ണം പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.